ഒരു തവണയെങ്കിലും പോയി കാണുക. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അഡിക്റ്റഡ് ആയി പോകും. ലൈഫ് എക്സ്പീരിയൻസ് അതൊരു സ്റ്റോറി പോലെ ചാറ്റ് ചെയ്താൽ നല്ല രസമായിരിക്കും അത് അല്ലേ? തീർച്ചയായിട്ടും. കാര്യം ചൂസ് ചെയ്ത ഫീൽഡ് ഇപ്പം മറൈനാണ്. അപ്പം ഇതിൽ ഞാൻ കണ്ടതും പിന്നെ ഞാൻ കൂടെ വർക്ക് ചെയ്യുന്ന ആനിമൽസും ഉണ്ട്. അപ്പം അതിനെല്ലാം കൂടെ ഞാൻ ആഡ് ചെയ്തേക്കുന്നതാണ്. 15 മീറ്റർ കഴിഞ്ഞ് 20 മീറ്റർ, പിന്നെ 30 മീറ്റർ, 40 മീറ്ററിലോട്ട് പോകുമ്പോഴേക്കും ഇരുട്ടായിരിക്കും അവിടെ. പക്ഷേ അവിടെ നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കളർഫുൾ ആയിട്ടുള്ള ആനിമൽസിനെ നമുക്ക് കാണാൻ പറ്റും. ഒട്ടും പ്രതീക്ഷിച്ചില്ല നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടുമെന്ന്. അത് നമ്മൾ ഐഡിയാസ് ഷെയർ ചെയ്തപ്പോൾ പോലും എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ വരുമെന്ന് എനിക്കൊരു ഇതില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ബ്രോ, അതിൻ്റെ ഇടയ്ക്ക് ആണ് ഓക്കെ ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ തോന്നുന്നത് അപ്പൊ തന്നെ ചെയ്തു വിടുക. പ്രത്യേകിച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കത്തില്ല. ടാറ്റൂന് മുമ്പുള്ള ഡിസൈൻസ് അത്ര കംപ്ലീറ്റ് ആക്കാറില്ല. ടാറ്റു ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ റയർ ആയിട്ടുള്ള ചില ക്ലയൻസ് ഫസ്റ്റിലെ ട്രസ്റ്റോട് ഇരിക്കാറുള്ളൂ. പക്ഷെ ബ്രോ ഫസ്റ്റിലെ തന്നെ ട്രസ്റ്റോട് ഇരുന്നു കംപ്ലീറ്റ് ആയപ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിച്ച സാധനം എന്തായാലും എനിക്ക് കാണിക്കാൻ പറ്റി. ആർട്ടിസ്റ്റിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, അതാണ് മെയിൻ കാര്യം. ഞാൻ എന്തിനു ടാറ്റു ചെയ്യുന്നു, പക്ഷെ വീട്ടുകാർക്ക് അറിയാം ഞാൻ എന്തിനു ചെയ്യുന്നു. ഇതുവരെ എന്നോട് ചോദിച്ചില്ല നീ എന്തിന് ചെയ്യുന്നു, ചെയ്യരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല. കാരണം വെച്ചാൽ അവർ നോക്കുമ്പം നിന്റെ ആനിമൽസ്, നീ ചെയ്ത കാര്യങ്ങൾ, നീ നിന്റെ കരിയറിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടോ എല്ലാം ഇവിടെ ഉണ്ട്. അവർക്ക് മനസ്സിലാകും. സോ നോ പ്രോബ്ലം.